UDF വരാൻ പാടില്ല. ഇവര് വന്നു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് പെൻഷൻ കിട്ടൂല. കോൺഗ്രസ്സുകാർക്കൊന്നും ആയിട്ടില്ലേ? കോൺഗ്രസ്സുകാരൊന്നും ആയിട്ടില്ല. പിണറായി വിജയൻ 3ാം തവണയും ഈ കേരളം ഭരിക്കും, വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കും. നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ 3ാം തവണയും ജനവിധി തേടി സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ചേട്ടാ, പായസം അടിപൊളി അടിപൊളി. പായസം അടിപൊളി, പരിപാടി അടിപൊളി, രാഷ്ട്രീയ അടിത്തറ അടിപൊളി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 3ാമത് അധികാരത്തിൽ വരുന്നത് സുനിശ്ചിതം. രാഷ്ട്രീയമായ വിഷാന്തകൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ നാട്ടിലുണ്ടെങ്കിലും അതൊന്നും ഈ പാർട്ടിയെ ബാധിക്കില്ല, മുന്നണിയെ ബാധിക്കില്ല. പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ വലിയ തരത്തിൽ കരുത്താണ് നൽകുന്നത്. വലിയ സംശയമില്ല. കേരളത്തിൽ ഏതൊക്കെ മല പോലത്തെ എതിർപ്പുകൾ വന്നു അതിനെയൊക്കെ അതിജീവിച്ച് പോയതല്ലേ. ഇനി ഉണ്ടാകുന്ന ഏത് എതിർപ്പിനെ അതിജീവിച്ച് പോകാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ വിശേഷിച്ചിട്ടുണ്ട് പിണറായി. ഈ മല പോലെ വന്നൊക്കെ എലി പോലെ പോയോ? അങ്ങനെയാണ്. അതാണ് കോൺഗ്രസ്സുകാർക്കൊന്നും ആയിട്ടില്ലേ? കോൺഗ്രസ്സുകാരൊന്നും ആയിട്ടില്ല. എന്താ പറയാനുള്ളേട്ടാ? വൻ ഭൂരിപക്ഷത്തോട് വീണ്ടും ഭരണത്തിൽ വരും. നല്ല പായസം അറിയോ? പിണറായി വിജയൻ വീണ്ടും വരുന്നു, അതിലൊരു സംശയമുണ്ട്. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും 100% നമ്മളെ മുഖ്യമന്ത്രി ജയിക്കും, വൻ വിജയത്തോടുകൂടെ ജയിക്കും, അത് ഉറപ്പാണ്. ഇവരൊക്കെ എന്താണ് പറയാനുള്ളത്? പിണറായി വിജയൻ 3ാം തവണയും ഈ കേരളം ഭരിക്കും, വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. ഉറപ്പാണ് കേരളം. കഴിഞ്ഞ തവണ തന്നെ 50,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട്. അത് വർദ്ധിക്കും. 1,50,000 വോട്ട് ഇപ്രാവശ്യം കിട്ടും. അത്രയും വോട്ട് നമ്മള് വിജയിക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു നമ്പർ വരെ എന്താണ് ആത്മവിശ്വാസം നൽകുന്ന ഘടകം? ആത്മവിശ്വാസം കേരളത്തിൽ ഇതുവരെ നടന്ന ഈ 10 വർഷക്കാലം പിണറായിയുടെ നേതൃത്വത്തിൽ നടന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം, അതേപോലെ ക്ഷേമ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് നിർത്തി അതിനെ കൂടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായി നമുക്ക് കൃത്യമായ രീതിയിൽ കേരളത്തിൽ 98 സീറ്റിൽ ജയിക്കും. നമ്മൾ എന്താ പറയാനുള്ളത്? UDF വരാൻ പാടില്ല. ഇവര് വന്നു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് പെൻഷൻ കിട്ടൂല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഉള്ള സർക്കാർ ക്ഷേമനിധി പെൻഷനൊക്കെ ഉണ്ട്. ഈ സർക്കാർ മാറിക്കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് UDF സർക്കാർ വന്നാൽ കൊടുക്കൂല. കോൺഗ്രസും BJP. മോളെ വാ. എന്താ പറയാനുള്ളത്? പിണറായി വിജയൻ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു 10 ഉറുപ്പ്യ കിട്ടൂല. കോൺഗ്രസും BJPയും കൂട്ടുകെട്ടാന്ന് ഇപ്പൊ കേരളത്തില്. ഒരു 10 വയസ്സ് കിട്ടും. ഈ സർക്കാർ തുടങ്ങി വെച്ച പൈസ ഒരു 10 വയസ്സ് പെൻഷൻ കിട്ടില്ല. 600 റുപ്യ പെൻഷൻ കൊടുത്ത UDF സർക്കാർ ഇപ്പൊ 2000 റുപ്യ കൊടുക്കുന്നത്. ഒരു 10 റുപ്യ ഇനി UDF അധികാരത്തിൽ വന്നാൽ ഒരു 10 റുപ്യ കിട്ടൂല. മനസ്സിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടാൻ വരുന്നു. ജനവിധി തേടാൻ വരുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര ആവേശമാണ്. ജനങ്ങളിലാകെ ആവേശം. ഈ കാണുന്നില്ല ഈ ആവേശം കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അതിന് തുടർച്ച ഉണ്ടാവും. 100% തുടർച്ചയുണ്ടാവും. എന്താ പറയാനുള്ളത്? നല്ല ഭരണം നമ്മൾ ആ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. കേരളത്തിന്റെ വികസനം, കേരളം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാശ്ചാത്യ സംസ്ഥാനമായി മാറുന്ന രീതിയിലേക്ക് കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുതലാണ് പ്രധാനം അല്ലേ? ഏറ്റവും കൂടുതൽ കരുതലാണ്. നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. കേരളീയർ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്നാണ് അതിൽ പറയാനുള്ളത്. ഇവിടെ മധുരം വിതരണം ചെയ്യാണ്, പായസ വിതരണമാണ് നടക്കുന്നത്. നമുക്കൊന്ന് അവിടേക്ക് കൂടി ഒന്ന് നോക്കിയാൽ പോകാം. കാരണം നല്ല മധുരമുള്ള പായസമാണ്. നമ്മളത് കഴിച്ചു നോക്കി. കഴിച്ചു മധുരം ഉണ്ടല്ലേ? നല്ല മധുരമുണ്ട്. ഭരണവും മധുരപരമാണ്. പിന്നെ ഒന്ന് പറയാനുണ്ട്, ഒരു ചങ്കൂറ്റുള്ള നേതാവല്ലേ ഇത്? ഇതുപോലത്തെ ചങ്കൂറ്റുള്ള നേതാവ് വേറെ കേരളത്തിൽ ആരാ ഉള്ളത്? എന്തിനെ നേരിടുന്ന ചങ്കൂറ്റം ഉള്ള ഒരാള് എന്നുള്ളതാ അതിന് പ്രത്യേകത. ഞാൻ കാണുന്നതാ. എന്തിനേയും ചങ്കൂറ്റത്തോടെ നേരിടും. അതൊരു കഴിവ് പിണറായിക്ക് ഉണ്ട് എന്നുള്ളത് ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്, ജനങ്ങൾക്കുള്ളത് എന്ന എന്റെ അഭിപ്രായം. എന്താ പറയാനുള്ളത്? നമുക്കെല്ലാം കൊണ്ടും വിചാരണ ജയിച്ച് കിട്ടിയാൽ നമുക്കെല്ലാം ഓക്കെ. ഒന്നുകൊണ്ടും പുറകോട്ട് പോവില്ല, എല്ലാം മുമ്പോട്ട് വരുന്ന കൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒരു എതിർപ്പുമില്ല. എല്ലാം നല്ല സത്യസന്ധതയുള്ള ഒരു നേതാവാണ്. നമുക്ക് ആത്മവിശ്വാസമുള്ളൊരു നേതാവാണ്. എല്ലാം കൊണ്ടും നമുക്ക് തൃപ്തിപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? മത്സരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അയാൾ ജയിച്ചു കഴിഞ്ഞെന്നുള്ളതാണ് അഭിപ്രായം പറയാൻ. വേറെ ഒന്നും പറയാനില്ല. പാർട്ടിയിൽ ചില വിമത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? വിമത പ്രവർത്തകർ പണ്ട് മുതലേ ഉള്ളതാണ്. അത് എന്നും ഉണ്ടാവും.
അതിനെല്ലാം മുന്നോട്ട് മാറ്റിക്കൊണ്ട് നമ്മളെ പാർട്ടി മുന്നോട്ട് പോകും, ശക്തമായി മുന്നോട്ട് പോകും. ശക്തമായി മുന്നോട്ട് പോകും. എന്താ പറയാനുള്ളത്? എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് 10 വർഷങ്ങൾക്ക് മുന്നേ എല്ലാം 8ഉം 10ഉം സ്ഥാനത്തായിരുന്നു കേരളം. ഇന്ന് നമ്പർ 1 ഒന്നാം സ്ഥാനത്താണ്. എന്ത് നോക്കിയാലും സൂചികയിലൊക്കെ മുന്നിലാണ്. ഏറ്റവും ഫസ്റ്റ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റു നോക്കുകയാണ് കേരളത്തിനെ. എങ്ങനെയുണ്ട് ചേട്ടാ പായസം? നല്ല മധുരമുണ്ട്. ഇടത് ഭരണം എങ്ങനെയുണ്ട്? പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടാൻ വരുന്നു. എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? അയൽക്കാരൊക്കെ ആയിരിക്കുമല്ലോ. വീണ്ടും അധികാരത്തിൽ വരും. വരും. എന്താ പറയാനുള്ളത്? ഇന്ന് ഇപ്പം കുടിച്ച പായസം ഉണ്ടല്ലോ, അത് മെയ് 4 ഇതിന്റെ ഡബിൾ മധുരത്തിൽ നിങ്ങൾ കുടിക്കും. ഞങ്ങൾക്ക് തരും. നിങ്ങൾക്കും ഇതാണ് ഇവർ നൽകുന്ന ഒരു ഉറപ്പ്. കാരണം പിണറായി വിജയൻ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അന്ന് ഇവിടെ ഇതിന് ഇരട്ടി പായസം നൽകുമെന്നാണ് അവർ പറയുന്നത്. അത്രയേറെ ഇവർ പിണറായി വിജയന്റെ വിജയം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുകയും ചെയ്തത്. അതിന്റെ തുടക്കം ഇവിടെ ഈ മണ്ണിൽ വെച്ചാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തു. വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.